രാവിലെ എണീറ്റപ്പം തൊട്ടേ ഭയങ്കര മടി, ഒപ്പം എന്തോ ഒരു വയ്യാകയും. അപ്പം വിചാരിച്ചു ഉച്ചയ്ക്ക് ഇത്തിരി കഞ്ഞി കുടിക്കാമെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇച്ചിരി പയറും അരിയിട്ട് കഞ്ഞി കുടിച്ച്. ബാക്കി സാധനങ്ങളൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെയല്ലേ. കഞ്ഞിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് സ്കൂളിൽ ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടുമായിരുന്നേ. അപ്പം 12:50 കഞ്ഞി കുടിക്കേണ്ട കുട്ടികളെ എല്ലാ ക്ലാസ്സിനും വിടും. പക്ഷെ ഞങ്ങൾക്ക് കണക്കാണെങ്കിൽ ടീച്ചർ 1 മണിയാകുമ്പോഴേ വിടുള്ളൂ. ടീച്ചറിൻ്റെ പീരീഡ് കഴിഞ്ഞേ ഞങ്ങൾ വിടത്തുള്ളൂ. ഞങ്ങൾ ഈ 1 മണിക്ക് പാത്രവും പിടിക്കി പിടിച്ച് താഴെ ചെല്ലുമ്പോഴത്തേക്കും പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ തിരുവനന്തപുരം കാസർഗോഡ് വരെ എന്ന് പറഞ്ഞ പോലെ നീണ്ട വരിയായിരിക്കും. പിന്നെ വല്ല ഇതിനും അല്ലി പിടിച്ചൊക്കെ കഞ്ഞിയും വാങ്ങിച്ച് ഒരു മരച്ചുട്ടിയിൽ പോയിരുന്ന് അങ്ങോട്ട് കുടിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, ആ കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ചിരിച്ചുകൊണ്ട് വിളമ്പുന്ന ആൻറ്റിയുടെ സ്നേഹത്തിൻ്റെതാണോ അതോ ഞങ്ങൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ച അച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണോ എന്നറിയില്ല, സൂപ്പർ ടേസ്റ്റാണ്. അച്ചാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരമ്മച്ചിയുടെ കടയുണ്ട് കേട്ടോ. അവിടെ നല്ല ഉപ്പിട്ട മാങ്ങ, ഉപ്പിട്ട നെല്ലിക്ക, അച്ചാർ. പക്ഷേ ആ അച്ചാറേ പലതവണ നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, അരപ്പൊന്നുമില്ല. 2 കഷ്ണം മാങ്ങയും ഇച്ചിരി മുളക് വെള്ളവും. പക്ഷേ ആ ഒരു ടേസ്റ്റ് വേറെ ഒരു അച്ചാറിനും കിട്ടില്ല. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. ബൈ.